ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. കൊമേഴ്സ് ഐഫറിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊമേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ് ഫിനാൻസിലാണ്. ബിസിനസ് ഫിനാൻസിൻ്റെ ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ബിസിനസ് ഫിനാൻസിൻ്റെ PYQs അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആൻഡ് അതിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ബിസിനസ് ഫിനാൻസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആ ഒരു സിലബസ് കംപ്ലീറ്റ് ഇതിൽ വരുന്നുണ്ട്. ഇത്രയാണ് ശരിക്കും ബിസിനസ് ഫിനാൻസിൽ പഠിക്കാനുള്ളൂ. ബിസിനസ് ഫിനാൻസ് ഒരു പ്രോബ്ലം വരുന്ന ഒരു പേപ്പർ ആണെങ്കിൽ കൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ സിലബസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്സ് അതിൻ്റെ പ്രയോറിറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഇതിൽ ഓർഡർ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എല്ലാ ടേമിലും ക്വസ്റ്റ്യൻ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് എല്ലാ ടേമിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതിൽ അപ്രൈസൽ ടെക്നിക്സ് നമുക്കറിയാം എന്താണ്, ട്രഡീഷണലും മോഡേൺ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ. മോഡേൺ ഉണ്ട്, അതിൽ തന്നെ ട്രഡീഷണൽ വരുന്നതാണ് പേ ബാക്ക് പീരീഡ്, അതുപോലെ തന്നെ ARR. പിന്നെ മോഡേണിലാണെങ്കിൽ NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, IRR, അത്തരത്തിലുള്ള മോഡേൺ ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രോസസ്സ് മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബജറ്റിങ്ങും അതുപോലെ തന്നെ നോർമൽ ക്യാപിറ്റൽ ബജറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് അല്ലേ. ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽസ് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കാനായിട്ട് നോക്കുക. അതാകുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് മറന്നു പോകുക എന്നുള്ളത് എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻസ് ബിസിനസ് ഫിനാൻസിലെ കംപ്ലീറ്റ് ഇക്വേഷൻസ് ഒരു ചാർട്ടിലാക്കിയിട്ട് വെക്കാനായിട്ട് നോക്കാം. അപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വരുന്ന കോസ്റ്റ് നമുക്കറിയാം, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് അല്ലേ. ഇത്രയാണ് നമുക്കുള്ളത്. ഇതിൻ്റെ മൊത്തത്തിലുള്ളതിന് നമ്മൾ എന്ത് പറയും, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും അല്ലെ, KO അല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗത്ത് പഠിച്ചു വെക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ആ ഒരു സൈക്കിൾ പഠിച്ചു വെക്കണം. അതിലെ കോൺസെപ്റ്റ്സുകൾ അതിൻ്റെ അപ്രോച്ചസ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അപ്രോച്ചസ് അത് നിങ്ങൾ നോക്കണം. ഫാക്ടേഴ്സ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു തിയറീസ്. അതിൽ തന്നെ നമുക്ക് 4 തിയറീസ് ആണ് വരുന്നത്. ഈ 4 തിയറീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെലവൻസ് ഈ ഒരു നെറ്റിംഗ് അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും അതെന്താണ്, റെലവൻസിൻ്റെ അണ്ടറിലാണ്. റെലവൻസിൻ്റെ അണ്ടറിലാണ്. MM മോഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് ഏതിലാണ് വരുന്നത്, ഇറലവൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഒന്ന് വാല്യൂ ഓഫ് ദ ഫേമിനെ ബാധിക്കുന്നുണ്ടെന്നും ഒന്ന് വാല്യൂ ഓഫ് ദ ഫേമിനെ ബാധിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ അത് ഒരു PG അല്ലെങ്കിൽ UGക്കൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരിക്കും ഈ ഒരു ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ ബേസിക് ആയതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്യും. അത് വളരെ ബേസിക് ആണല്ലോ, അതൊന്നും ക്വസ്റ്റ്യൻ വരില്ല എന്നുള്ളൊരു അസംഷനിൽ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ടേംസിൽ ഈ ഒരു ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളതെന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ എന്താണ്, ആന്വിറ്റി എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച് വെക്കാനായിട്ട് നോക്കണം. അതിൻ്റെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻസ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോകണം. പിന്നെ വരുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ്. ഡിവിഡൻഡ് ഡിസിഷൻസ് ഇപ്പം
ഡിവിഡൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് മോഡൽസ്. അതിലും നമുക്ക് റെലവൻസും ഉണ്ട് ഇറലവൻസും ഉണ്ട്. വാൾട്ടർ ആൻഡ് ഗോർഡൻ മോഡൽ എന്താണ്? റെലവൻസ് ഉള്ളതാണ്. ഓക്കെ, വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് വാൾട്ടർ മോഡൽ. ഓക്കെ, വാൾട്ടർ ആൻഡ് ഗോർഡൻ മോഡൽ. ഇനി ആൻഡ് റെസിജ്വൽ അപ്രോച്ച്. ഓക്കെ, മോഡലും അല്ലെങ്കിൽ അപ്രോച്ചും റെസിജ്വൽ അപ്രോച്ചും അതെന്താണ്? ഇറലവൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഇറലവൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു മോഡൽസ് ആണ്. ഓക്കെ, ആ 2 ക്ലാസിഫിക്കേഷൻസും നോക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു തിയറീസിന്റെ അസംഷൻസ്. ഓക്കെ, അസംഷൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. ഓക്കെ, ഇതിൽ അപ്രോച്ചിന്റെയും ഗോർഡൻ വാൾട്ടർ മോഡൽസിന്റെ ഒക്കെ അസംഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഇക്വേഷൻസ്. ഓക്കെ, ഈ മോഡൽസിനൊക്കെ ഓരോരോ ഇക്വേഷൻസ് കൂടെ ഉണ്ട്. ഓക്കെ, ഇക്വേഷൻസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. വാൾട്ടർ ഗോർഡൻ അതിൻ്റെയും ഇക്വേഷൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു പോകണം. മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ അകത്തും അതുപോലെ തന്നെ പ്രോബ്ലം ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇക്വേഷൻസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അടുത്താണ് ലിവറേജസ്. ഓക്കെ, ലിവറേജസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിവറേജസ്. ഓക്കെ, 3 ലിവറേജ് ആണുള്ളത്: ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ മാച്ച് ദ ഫോളോയിങ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ലിവറേജസ്. ഇനി റിസ്ക് ആൻഡ് റിട്ടേൺ ഇതിന്ന് സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക് റിസ്കുകൾ പഠിച്ചു വെക്കുക. ഈ കാപ്പ മോഡൽ എന്ത് ചെയ്യുക? എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് കാപ്പ മോഡൽ. ഓക്കെ, കാപ്പ മോഡലിൻ്റെ ഇക്വേഷൻ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നു ഇക്വേഷൻ? RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ? ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം അല്ല, ഒരുപാട് തവണ ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇക്വേഷൻ്റെ ബേസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കാം. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കിൽ മെയിനായിട്ട് ഈ ഒരു എക്സ്പോഷർ ടൈപ്സ് ഓഫ് എക്സ്പോഷേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഹെഡ്ജിങ്ങിലെ ഹെഡ്ജിങ് ടെക്നിക്സ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ്. ഓക്കെ, ചില ടേംസുകളുണ്ട്, അതിൻ്റെ ഒക്കെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എക്സ്പോഷർ ടൈപ്സിൽ 3 ടൈപ്സ് ഓഫ് എക്സ്പോഷർ ആണുള്ളത്: ട്രാൻസാക്ഷൻ എക്സ്പോഷർ, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ ആൻഡ് എക്കണോമിക് എക്സ്പോഷർ. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്സ് ഓഫ് എക്സ്പോഷർ എന്താ ചെയ്യാം? കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് നോക്കുക. അതൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ബിസിനസ് ഫിനാൻസിൻ്റെ അകത്തുനിന്ന് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് യൂണിറ്റ് ആണ് ഇത് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, പ്രോബ്ലം ചോദിക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അത് സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് JRFിലോട്ട് നമ്മളെ എത്തിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു യൂണിറ്റ് ആണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ചില യൂണിറ്റ് ഉണ്ട്, ഇപ്പോൾ തിയറി പേപ്പേഴ്സൊക്കെ ബാങ്കിങ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആകുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള എവിടെ നിന്നാ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് അറിയാത്ത യൂണിറ്റ്സ് ആയിരിക്കും. പക്ഷെ ബിസിനസ് ഫിനാൻസിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റി, അക്കൗണ്ടിങ്, ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യൂണിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനും അത് ആൻസർ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം കാണുമ്പോൾ കുറച്ച് ഒരു ടഫായിട്ട് തോന്നിയാലും പഠിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയാലും നമുക്ക് മാർക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് ഇത് ബിസിനസ് ഫിനാൻസ് പോലെയുള്ള പ്രോബ്ലം പേപ്പേഴ്സ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു യൂണിറ്റ്സ് ഒന്നും നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്സിൻ്റെ അണ്ടറിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക? മസ്റ്റായിട്ടും പഠിച്ചു പോകാനായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിനെ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ.